ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യാത്ര കടുമ്പ് പാറയിലോട്ടാണ്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ കടുമ്പ് പാറയിലേക്ക് സ്വാഗതം. കടുമ്പ് പാറ എന്ന് പറയുമ്പം നമ്മുടെ കാട്ടാക്കടയിൽ പേയാട് പോകുന്ന റൂട്ടിലാണ് ഈ കടുമ്പ് പാറയുള്ളത്. വലിയ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് ആളുകൾക്ക് പോയിട്ട് ഒരു എന്താ പറയുക, നമുക്ക് അവിടെ കുറച്ച് നേരം ഇരുന്ന് ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഈ പോകുന്നത് രാത്രിയില്ല, വെളുപ്പിനെയാണ്. ഒരു 4:30 ടൈം ആയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ. നമ്മൾ പിന്നെ രാവിലേക്ക് ഇതിനു മുൻപ് അവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഏതാണ്ടൊക്കെ അറിയാം. അതിൻ്റെ ആ ഒരു ഇത് വെച്ചാണ് ഇന്ന് ആ ഒരു പ്രത്യേക ഒരു ഭംഗി. വെളുപ്പിനെ പോകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ വെളുപ്പിനെ പോകുന്നത്. പക്ഷേ വിഷ്വൽസിലൊന്നും രാത്രി അവിടെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നും കാണാനൊന്നും പറ്റില്ല. നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്, വെളുപ്പിനെ ഒന്ന് ഇറങ്ങാം എന്നൊരു പ്ലാനിൽ ഇറങ്ങിയതാണ്, ഞായറാഴ്ച ആയതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതൊരു അപകടം പിടിച്ചൊരു സ്ഥലമാണ്, വലിയ പാറയാണ്. അതുകൊണ്ട് നമ്മളീ പോകുന്ന പോലെ നിങ്ങളാരും രാത്രിയിലോ ഈ വെളുപ്പിനെ 4 മണിക്ക് അങ്ങനെയൊന്നും പോയി കളയില്ല. ഒരു 7 മണി സമയത്ത് സൂര്യനെ കുതിച്ച ശേഷം പോകണം കേട്ടോ. എന്ന് വെച്ചാൽ 10 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. ഒരു 7 മണിക്ക്, ഒരു 6:30 ആ ടൈമിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം ഫുള്ളും കാണാം. തിരുവനന്തപുരത്തിന് ഏത് ഭാഗം കാണാം എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം മൊത്തത്തിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞില്ലേ, അപകടം നിറഞ്ഞൊരു മേഖലയാണ്. അപ്പോൾ അറിഞ്ഞിടാത്തൊരു പരിചയമില്ലാത്തവരൊന്നും വെളുപ്പിനെ 5 മണിക്കോ 4 മണിക്കൊന്നും പോയി നിന്ന് കളയില്ല. കാരണം അവിടെ സേഫല്ല. പാറയിലെന്ന് ഒന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എവിടെയെങ്കിലും അവിടെ പിടിച്ച് നിൽക്കാൻ കൂടെ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 7 മണിക്കോ 6:30ക്കോ പോവുക. അവിടുത്തെ ആ മഞ്ഞും ആ സൂര്യൻ്റെ ആ സമയത്തുള്ള ചെറിയ ചൂടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിന്ന് ആസ്വദിക്കുക. പിന്നെ സ്ഥലങ്ങൾ, അവിടെ നിന്ന് കാണാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങൾ. അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ തിരുവനന്തപുരം മൊത്തത്തിൽ എല്ലാം ഇങ്ങനെ കാണാൻ പറ്റും. എയർഡ്രോമൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ കടൽ കാണാൻ പറ്റില്ല, അല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അതാ കണ്ടില്ലേ, ഈ കയറി പോകുന്നതാണ് കടുമ്പ് പാറ കേട്ടോ. ഈ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടില്ലേ. നമ്മൾ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് പേടിയൊന്നും കേട്ടോ. ഇനി അടുത്തതായി ഈ കുഞ്ഞു ലൈറ്റായിട്ടൊക്കെ കാണുന്നില്ലേ, ഇത് തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അല്ലേ, അത് ഇപ്പം ക്യാമറയിലായതുകൊണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത്. ഞാൻ എന്തായാലും ഇച്ചിരി നേരം കൂടെ വെളുത്തിട്ട് നമ്മളെന്തായാലും അവിടെ വെയിറ്റ് ചെയ്ത് നേരം വെളുത്ത ശേഷമുള്ള ബാക്കി വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. കണ്ടോ, ഈ കുഞ്ഞായിട്ട് കാണുന്നതാണ് തിരുവനന്തപുരം. ഇത് വലിയ പൊക്കമുള്ളൊരു മലയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത്. ഇതിന് അങ്ങോട്ട് നമുക്ക് മുന്നിലോട്ടൊന്നും കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ബാക്കി അങ്ങ് ഭയങ്കര താഴമാണ്, നല്ല ഇറക്കമാണ്. അപ്പോൾ കാലൊക്കെ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞ് താഴോട്ട് പോകും. ഇതിപ്പം ഞങ്ങൾക്കറിയാം എവിടെയാണ് അപകടമുള്ളത്, എവിടെയാണ് അപകടമില്ലാത്ത സ്ഥലങ്ങളെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് നിൽക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ വെയിൽ വന്നതിന് ശേഷം കാണിച്ചു തരാം അതിൻ്റെ ഒരു ഇത്. പിന്നെ എന്താ പറയുക, അവിടെ നമുക്ക് കഴിക്കാനൊന്നും ഇല്ല കേട്ടോ. ഇതാണ് കണ്ടല്ലോ, ഇതാണ് നമ്മൾ വെയിൽ വന്നതിന് ശേഷം എടുത്ത സ്ഥലമാണ്. ഇതാണ് അങ്ങ് കാണുന്നുണ്ടോ, അതാണ് തിരുവനന്തപുരം എന്ന നമ്മുടെ നഗരം. കണ്ടാ, ആ കുഞ്ഞായിട്ട് കാണുന്നത് തിരുവനന്തപുരം ഫുള്ളും കാണാം. ഇതിൽ എവിടെയാണ് പട്ടം, എവിടെയാണ് ശ്രീകാര്യം എന്നൊന്നും ചോദിച്ചു കളയൽ. ഇവിടെ നിന്നിട്ട് കാണുന്ന അത്രയും തിരുവനന്തപുരമാണ്. ഓക്കെ. പിന്നെ ഞങ്ങളവിടെ പോയിട്ട്, നിങ്ങളവിടെ പോകുമ്പോൾ ഈ പ്ലാസ്റ്റിക് തുടങ്ങിയ സാധനങ്ങൾ അവിടെ നിന്ന് വലിച്ചെറിയല്ലോ കേട്ടോ. കാരണം അവിടെ അങ്ങനെ എന്താ പറയുക, ഇതൊരു അങ്ങനെ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞൊരു പ്ലേസൊന്നുമല്ല. പിന്നെ അവരവിടെ ഒരു ചെറിയൊരു ബോക്സുള്ള സാധനം വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടാനായിട്ട്. നമുക്ക് അവിടെ എന്തെങ്കിലും ഇടാം, അല്ലാതെ വഴിയിലൊന്നും വലിച്ചെറിയല്ലേ കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്തിരി നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മളിനി ആൾക്കാർ കയറി കുളമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഇതേപോലത്തെ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരം വെളുത്തിയിട്ട് ഒരു 7 മണിക്കോ 8 മണിക്കോ വരിക. വന്ന് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. ഒരുപാട് ഫാമിലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരെല്ലാം നേരം വെളുത്തിട്ടൊക്കെയാണ് വരുന്നത്. ഒരുപാട് ഫാമിലീസൊക്കെ വന്ന് വൈകിട്ടൊക്കെ കാണാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. വന്ന് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് എന്താ പറയുക, മനസ്സിനകത്ത് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ വിഷമമൊക്കെ അങ്ങ് മാറും. കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊക്കെ വന്നിരിക്കുമ്പോഴേ നമ്മളെ മൂന്നാറൊന്നും എന്താ പറയുക, നമ്മളൊരു ചെറിയ മൂന്നാറോട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരിക്കലും. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ മൂന്നാർ പോകാൻ ആഗ്രഹിച്ച് നടക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ നമ്മളെ കയ്യിലൊന്നും പൈസ കാണില്ല. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. മൂന്നാർ പോകാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തതുകൊണ്ട് വൈകിട്ടൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കും. ഇവിടെ വന്നിരുന്നാൽ ഇച്ചിരി ചെറിയൊരു മൂന്നാറിൻ്റെ ചെറിയൊരു ഭാഗം പോലത്തെ ഒരു ഫീല് കിട്ടും. എന്നാലും മൂന്നാറൊന്നും അങ്ങനെ പ്രതീക്ഷിക്കേണ്ട സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. തേയിലത്തോട്ടം കാണാൻ പറ്റില്ല, വേറെ പേരറിഞ്ഞില്ലാത്ത കുറേ മരങ്ങൾ കാണാൻ പറ്റും, റബ്ബർ തോട്ടം, പിന്നെ ജമന്തി തോട്ടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. താഴെ പക്ഷേ ജമന്തി തോട്ടം ആയില്ല, സീസൺ ആയില്ല. അവർ അത് പൊടിപ്പിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്കത് ഇവിടെ മുകളിൽ നിന്ന് മൊബൈലൊന്നും ഷൂട്ട് ചെയ്താൽ കിട്ടത്തില്ല. അവിടെ നിന്ന് നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ, ജമന്തി തോട്ടങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് താഴെ ഉള്ളിലോട്ട് പോകണം. എനിക്കിവിടെ നിന്ന് സൂം ചെയ്ത് കാണിക്കാനൊന്നും പറ്റുന്നില്ല.
താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരി ജമന്തി തോട്ടമൊക്കെ കാണാം. പിന്നെ അത് തന്നെ ഇവിടെ നിന്ന് ഉരുണ്ടങ്ങ് താഴെ പോയി കഴിഞ്ഞാൽ നേരെ ജമന്തി തോട്ടത്തിൽ തന്നെ പോയി കിടക്കും. പിന്നെ ആളിന് ജീവൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ്